കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന അയാൾ കുറ്റവാളിയല്ല എന്നല്ലേ? അത് ആർക്കാ ആക്ഷേപമുള്ളത്? ഏത് സംഘടനകളാ? WCCക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും. നമ്മൾ ഏത് കേസിലും അതിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും, മറുഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്ന് വരും. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ആണ്, രഞ്ജി പണിക്കരല്ല. നീതി പുലർന്നു തന്നെയാണോ ഈ നടിക്ക്? അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണോ? അതെ, അതുകൊണ്ട് അതാ പറഞ്ഞ മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം. ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ല, ശിക്ഷിക്കപ്പെട്ടതാരാ? അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാ? അല്ല, ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? ഇതിന്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ? അല്ല, ഞാൻ കോടതി വിധി വായിച്ചോന്നല്ല ചോദിച്ചത്. കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ്? കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. ഈ നടിക്ക് പൂർണ്ണമായും നീതി കിട്ടി എന്നുള്ളതാണോ? ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെക്കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം. അല്ല, ഞാൻ ഇതിന്റെ മുഴുവൻ ഇഴകീറി പരിശോധിച്ച ഒരാളല്ലല്ലോ. നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ്. അപ്പൊ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത. പ്രോസിക്യൂഷന് നിങ്ങളെന്താ കരുതുന്നത്? അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത്? പുറത്തുനിന്ന് ആരെങ്കിലും ആണോ?